എന്താണ് ഞാനമ്മ ചെറിയ ഫൈറ്റ് ആയി ചില അമ്മ പറഞ്ഞു. ഞാൻ മറ്റേ എനിക്ക് ദോശയെല്ലാം ഉണ്ടാക്കാൻ അറിയാം, ആട്ട ദോശയെല്ലാം ഉണ്ടാക്കാൻ അറിയാം, മറ്റേ ദോശ ചുടാനറിയാം, പക്ഷെ മാവ് ഉണ്ടാക്കാറില്ല. അപ്പോൾ അമ്മ പറഞ്ഞ് എന്നാ നീ ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് കഴിയും. ഞാൻ അപ്പം നമ്മൾ ചെറിയ മനസ്സിലായല്ലോ അടിയായി. അപ്പം നമ്മൾ ഒരു ചെറിയ ദോശ പരിപാടി ചെയ്യുമ്പോഴാണ് അമ്മേനെ സന്തോഷിപ്പിക്കുക, അല്ലെങ്കിൽ ഇന്നെൻ്റെ മുട്ടാൽ തല്ലിയൊടിക്കും. അപ്പം നമുക്ക് മാവ് ഉണ്ടാക്കിയിട്ട് കാണാം. അപ്പം അത് കുറച്ച് സമയങ്ങൾക്ക് ശേഷം നല്ലൊരു മാവ് ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. അയ്യോ, അങ്ങനെയൊക്കെ മാവ് ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. സത്യം പറയില്ല, എനിക്ക് ആട്ടദോശ ഇഷ്ടമല്ല. അമ്മേനെ കൊണ്ട് അച്ഛനെ കൊണ്ട് മാത്രം നമുക്കിത് തിന്നിപ്പിക്കാം. അപ്പം നമുക്ക് ചൂടാം. അപ്പം നമുക്ക് ദോശ ഞാനൊരു സാധനം മറന്നുപോയി, പഠിച്ചിട്ട് അതിൻ്റെ പേര് മറന്നുപോയി. നമ്മളെങ്ങനെ ആ സാധനം കണ്ടുപിടിച്ചത്? അതിൻ്റെ പേര് അതല്ലേ, ചട്ട്. വീണ്ടും ഒരു സാധനം മറന്നു, പ്ലേറ്റ്. ഞാൻ എന്തിലാ പിന്നെ ഇടണ്ടേ? പ്ലേറ്റ് എടുത്തിട്ടില്ല. അപ്പം ഞാൻ പ്ലേറ്റ് എടുത്ത് ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. കൊടുക്കാം. കുറച്ച് മെസ്സി ആയിട്ടാണ് എൻ്റെ ഈ സ്ഥലം മൊത്തമുള്ളത്. എൻ്റെ സ്പ്രെഡിങ് ടെക്നിക്ക് കുറച്ച് ബാഡാണ് എന്ന് എനിക്ക് തോന്നുന്നു. നമുക്കിത് വേവാൻ നമുക്ക് കാത്തിക്കാം. അപ്പം നമ്മുടെ ദോശ വെന്ത് വരുന്നുണ്ട്. കുറച്ച് സിമ്മിലാക്കുക, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. അയ്യോ, വീണ്ടും വെളിച്ചെണ്ണ വെച്ചെടുക്കാൻ നന്നായി. ഞാനിങ്ങനെ ഓരോന്ന് മറന്നുകൊണ്ടിരിക്കുന്നതാണ് പൈസ. അയ്യോ അയ്യോ അയ്യോ, എനിക്ക് ക്യാമറാമാനില്ല ഗൈസ്, ഞാൻ ഒറ്റക്കാണ് ചെയ്യുന്നത്. ഒരു കയ്യിൽ ക്യാമറ, ഒരു കയ്യിൽ ചട്ട്. വെരി ഡേഞ്ചറസ്. ഞാനിതൊന്നും മറിച്ചിട്ടിട്ട് വരാം. മറിച്ചിടാൻ കിട്ടിയിട്ടുണ്ട്. കുറച്ച് ഇവിടെ കുറച്ച് കിട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ല, ഒരു തോട്ടെല്ലാം വന്നിട്ടുണ്ടാവില്ല. മാസ്റ്റർ പീസ്. എൻ്റെ അടുക്കള ഫുള്ള് മെസ്സിയാണ് ഗൈസ്. ഒന്നും നോക്കണ്ട, ആരും നോക്കണ്ട, കാണിച്ചു തരൂല. ഇതാവട്ടെ. അങ്ങനെ ഗൈസ്, നമ്മുടെ ഫസ്റ്റ് ദിവസം കഴിഞ്ഞ്. ഇനി ഈ മാവ് തീർക്കാനുള്ള അത്രേ ഉള്ളൂ. അത് കുറച്ച് ഉണ്ട്, കുറച്ച് ദിവസമുണ്ട്. ഇതൊരു 2-3 ദോശ. കാരണം ഞാൻ തിന്നാൻ പോകുന്നൊന്നുമില്ല, ഞാൻ ചോറുന്നോളൂ. എനിക്ക് ഈ ദോശ ഇഷ്ടമല്ല ഗൈസ്. അല്ലെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തിന്നോളൂ ഞാൻ, മടിയാ. ഇനി നമുക്ക് അടുത്ത ദോശ ഇടാം. അടുത്ത ദോശ ഓയിൽ വെച്ചിട്ടുണ്ട്. ഈ സാധനങ്ങൾ കളയാൻ പറഞ്ഞാൽ എന്തായാലും ഓയിൽ വെച്ച് കുഴപ്പമില്ല. ഗൈസ്, ഞാനിവിടെ വല്ലാണ്ടങ്ങ് കഷ്ടപ്പെടുന്നുണ്ട്. കാരണം ക്യാമറ ഒരു കൈമലി. അയ്യോ 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 പ്രശ്നമുണ്ട്. ഇത് ഞാൻ ചെറിയൊരു ദോശയാക്കും, കാരണം കുറച്ച് ചെറുതല്ല, കുറച്ച് വലിയ പ്രശ്നമുണ്ട്.
സ്പ്രെഡ് ചെയ്യാൻ സ്ഥലമില്ല കേസ്. ഇത്രയും സ്ഥലം ഇവിടെ ഉണ്ടായിട്ട് ഞാൻ അറിയാണ്ട് ഇവിടെ വെച്ച്. ഇനി അപ്പോൾ ഇനി അങ്ങോട്ട് നോക്കൂ കേസ്. അയ്യോ എൻ്റെ ഈ ദോശ കഴിഞ്ഞോ അല്ലേ അയ്യോ ആ കഴിയല്ലേ കൊണ്ട് ലാസ്റ്റ് അമ്മയച്ഛനും പറയണം എനിക്ക് ദോശ വേണ്ടാതെ. കഴിഞ്ഞ അയ്യോ പൊട്ടുന്നു, എൻ്റെ ദോശ പൊട്ടുന്നു. വിക്ടറി. നമുക്ക് ബാക്കിയുള്ള എല്ലാ ദോശയും ചുറ്റിട്ട് കളയാം, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ലാഗടിപ്പിക്കും. ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഒന്നാമത്തെ ദോശ ഇങ്ങനെ പൊട്ടിപ്പോയി. കുഴപ്പമില്ല, അമ്മയച്ചനല്ലേ, വലിയ പ്രശ്നമൊന്നുമില്ല ഗായ്സ്. അപ്പോൾ ഇതാ നമ്മളുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ദോശയിലേക്ക് നമ്മൾ കടക്കുന്നു. അതാണ് ഞാൻ ഇപ്പം എത്ര ദോശ ഇട്ടിട്ട് ഞാൻ പറഞ്ഞത് 1 2 3 4 5ാമത്തെ ദോശ. പക്ഷെ 5ാമത്തെ ദോശ വളരെ ചെറിയ ദോശയാണ്, കാരണം നമുക്ക് മാവ് കുറവായിരുന്നു. അതാണ് അമ്മേൻ്റെ നല്ല നോക്കി കിട്ടണേ. രണ്ട് ഇതറിയാം ഇങ്ങനെ ദോശ അടിക്കാൻ ഭയങ്കര ഇഷ്ടം. ദോശ ചുടുമ്പോൾ ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ ഫുള്ള് തീർന്നോളും. ഇല്ല വിക്ടോറിയ കഴിഞ്ഞു ഗൈസ്, കഴിഞ്ഞു. നമുക്ക് 5ാമത്തെ ദിവസം കഴിഞ്ഞു. അയ്യോ ഞാൻ ഇതിപ്പോൾ ഓഫാക്കാന്ന് പറഞ്ഞു. ഇനി നമുക്ക് അമ്മയുടെ അച്ഛൻ്റെ റിയാക്ഷൻ കാണാം. എന്തായാലും വലിയ റിയാക്ഷൻ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല, കാരണം അച്ഛനമ്മയും തന്നെയാണ് ചെയ്യാൻ. അച്ഛനമ്മയില്ല, അമ്മ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയത്. വലിയ റിയാക്ഷൻ ഒന്നും ഉണ്ടാകാം. പക്ഷെ ഞാൻ പെർഫെക്റ്റായിട്ട് ദോശ ചുട്ടോണ്ട് നമുക്കൊരു ഉണ്ടാവണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് നോക്കാലോ. എന്നൊക്കെ വിചാരിച്ചേ ഞാൻ നല്ലോണം ദോശ തൊട്ടിട്ടില്ലേ? നിങ്ങളല്ലേ പറഞ്ഞ എനിക്ക് ചുടാൻ പറ്റൂല, ഇങ്ങനെ മാവുണ്ടാക്കി ചുടണോ? എന്താണ് കുറവ് പറയൂ. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ദോശ, സൂപ്പർ, നല്ല നേരിയ ദോശ. നമുക്കിതാ ഇഷ്ടം, നല്ല വട്ടത്തിൽ കിട്ടീനട്ടാ. ചെറിയ മുറിവും തോട്ടയെല്ലാം ഉണ്ടാവും. ആ സാരല്ല, നല്ല അടിപൊളി. എന്നെ കൊണ്ട് വയ്യ.